നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ T20 വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ നമ്മൾ നിൽക്കുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ T20 വേൾഡ് കപ്പിന് അരങ്ങുണരുകയായി. ഓരോ ടീമുകളെക്കുറിച്ചും നമ്മൾ വിശദമായി അനാലിസിസ് നടത്തി വരികയാണല്ലോ. അപ്പോൾ ഈ സീരീസിലെ അടുത്ത വീഡിയോ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ന്യൂസിലാൻഡിനെ കുറിച്ചാണ്. കിവീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഏകദിന സീരീസും T20 സീരീസും ഒക്കെ കളിച്ചങ്ങ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് കുറച്ചുകൂടി അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവരുടെ മത്സരങ്ങൾ വരുന്നത്. അവരുടെ ഗ്രൂപ്പ് അത്രയും എളുപ്പമല്ല. കാരണം ആദ്യ കളി അഫ്ഗാനിസ്ഥാനെതിരെ ചെന്നൈയിൽ ഫെബ്രുവരി 8-ന്, രണ്ടാമത്തെ കളി UAEക്കെതിരെ ചെന്നൈയിൽ ഫെബ്രുവരി 10-ന്, മൂന്നാമത്തെ കളി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിൽ ഫെബ്രുവരി 14-ന്, നാലാമത്തെ കളി കാനഡയ്ക്കെതിരെ ചെന്നൈയിൽ ഫെബ്രുവരി 17-ന്. അപ്പോൾ അതിനിടയ്ക്കൊരു ട്രാവലുണ്ട് എന്നർത്ഥം. ഗ്രൂപ്പിൽ ഇപ്പോൾ കാനഡയെയും അതുപോലെ തന്നെ UAEയെയും ഒക്കെ അവർ അനായാസം മറികടന്നേക്കും. പക്ഷേ അഫ്ഗാൻ നല്ല ഫൈറ്റ് കൊടുക്കും. എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. സൗത്ത് ആഫ്രിക്കയുടെ കാര്യവും പിന്നെ നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നല്ലൊരു പോരാട്ടത്തിന് സാധ്യതയുള്ള ഗ്രൂപ്പാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ഒരു തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുണ്ട്. 2-3 ആഴ്ചക്കാലമായിട്ട് അവർ ഇന്ത്യയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇഞ്ചുറീസ്, അതുപോലെ തന്നെ T20 ക്രിക്കറ്റ് വ്യത്യസ്ത ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കാൻ പോയതും ഒക്കെ ആയിട്ട് അവർക്ക് ഇന്ത്യക്കെതിരെയുള്ള സീരീസിൽ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡിനെ ഇറക്കാൻ പലപ്പോഴും തടസ്സമായിട്ട് നിന്നു. ഇപ്പോൾ ആദം മില്ലിനെ ഓൾറെഡി റൂൾഡ് ഔട്ടാണ്. പിന്നെ ലോക്കി ഫെർഗൂസൺ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി വന്ന് കളി പുനരാരംഭിച്ചിട്ടേ ഉള്ളൂ. മാർക്ക് ചാപ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നിഗിളുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് 11 എങ്ങനെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയ ആശങ്കകളുണ്ട്. ഫെർഗൂസനും മാറ്റ് ഹെൻറിയുമാണ് അവരുടെ അറ്റാക്കിംഗ് ബൗളിങ്ങിൽ ഫയർ പവറായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഹെൻറി ടൂർണമെൻറ്റിന് ഇടക്ക് പാറ്റേണിറ്റി ലീവിൽ പോകാനുള്ള സാധ്യതയുമുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ എന്താവും ന്യൂസിലാൻഡിൻ്റെ ഫസ്റ്റ് 11 എന്നുള്ളതാണ് ചോദ്യം. പിന്നെ മൈക്കിൾ ബ്രേസ്വെല്ലിൻ്റെ കാര്യം, അദ്ദേഹം ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിനിടക്ക് പരിക്കേറ്റ് പുറത്തായതാണ്. സോ കാഫ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ആദ്യ മത്സരത്തിന് ഫെബ്രുവരി 8-ന് ചെന്നൈയിൽ ടീം ഇറങ്ങുമ്പോൾ അദ്ദേഹം കളിക്കാനുണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. അതേസമയം ബാറ്റിംഗ് കുറച്ചുകൂടി മികച്ച രൂപത്തിലാണ് അവരുള്ളത്. ഫിൻ അലനും ടീം സിഫേർട്ടും എത്തിയതോടുകൂടി, ബിഗ് ബാഷ് ലീഗിൽ നിന്ന് അവർ വന്നതോടുകൂടി കുറച്ചുകൂടി ശക്തമായ ഒരു ബാറ്റിംഗ് ലൈനപ്പായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഒരു പേസ് ബൗളിങ്ങിനെതിരെയാണ് ഈ പെയർ എടുത്തിട്ട് അലക്കുന്നത് കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു സ്പിൻ ബൗളിങ്ങിനെതിരെയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത T20 ലീഗുകളിൽ ലോകത്ത് അവർ പല ഫ്രാഞ്ചൈസി ലീഗുകളിലും കളിക്കുന്നത് അതിന് ഗുണകരമായി മാറിയിട്ടുമുണ്ട്. പിന്നെ രജിൻ രവീന്ദ്രയുടെ കാര്യം, ഇതുവരെ അദ്ദേഹം T20 അത്ര ഒരു മികവിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഗ്ലെൻ ഫിലിപ്സും ഡാരിൽ മിച്ചലും ബ്രേസ്വെല്ലും ഫിറ്റാണെങ്കിൽ ദെൻ ജിമ്മി നീഷവും ഒക്കെ വരുമ്പോൾ മികച്ച ഒരു മിഡിൽ ഓർഡർ ഫയർ പവർ അവർക്കുണ്ട്. അത് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ ചെന്നൈയിലാണ് അവരുടെ 4 കളികളിൽ 3 എണ്ണവും സ്പിൻ ബോളേഴ്സിന് വലിയ പ്രാധാന്യം ഉണ്ടാവും ചെന്നൈയിലെ കളികളിൽ എന്ന് നമുക്കറിയാമല്ലോ. മത്സരങ്ങൾ അതിൽ ഡേ ഗെയിംസ്, ചെപ്പോക്കിലെ മത്സരങ്ങൾ ഡേ ഗെയിംസ് ആണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ മിച്ചൽ സാൻഡർക്കും ഇഷ് സോദിക്കും വലിയ റോൾ അവിടെ വഹിക്കാനുണ്ട്. ദെൻ ബ്രേസ്വെല്ലും ഫിലിപ്സും പിച്ചിൻ്റെ സ്വഭാവം വെച്ച് അവരുടെ ഓസ്പിന് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഡേ ഗെയിം ആവുമ്പോൾ ഡ്യൂ ഇല്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ ബൗളിംഗ് ഒരു പക്ഷേ ചെന്നൈയിൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ സ്പിൻ ബൗളേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞേക്കും. ഏതായാലും ന്യൂസിലാൻഡിൻ്റെ ടീം നോക്കുമ്പോൾ ചില ഹോൾസൊക്കെ നമുക്ക് കാണാമെങ്കിലും കളക്റ്റീവ്ലി അവർക്കത് മറികടക്കാൻ പറ്റും, പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഇനി ന്യൂസിലാൻഡിൻ്റെ ഒരു റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ അവർ ശരിക്കും തകർന്നടിഞ്ഞിട്ടുണ്ട്. വിശാഖപട്ടണത്ത് ഒരു കളി ഒഴികെ ബാക്കി എല്ലാ കളികളിലും അവർ ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു എന്ന കാര്യം കൂടി നോക്കണം. അതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെ അവർ 3-1 സ്വന്തം ഹോമിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയോട് ഇങ്ങനെ പൊട്ടി തകർന്നതും. അപ്പോൾ ഏതായാലും ഇനി
അവർ ഒരുമിച്ച് മികച്ചൊരു പ്രകടനം നടത്താൻ അവർ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരിക്കുകയാണ്. പിന്നെ ഫിൻ ആലൻ, ജേക്കബ് ഡഫി തുടങ്ങിയ താരങ്ങളുടെ മികവിലാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. ഇവിടെ ഒരു ബെസ്റ്റ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൻ ആലൻ, ടീം സിഫേർട്ട് എന്നിവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നാലെ രജിൻ രവീന്ദ്ര, ദെൻ ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ, മാർക്ക് ചാപ്മാൻ, ജിമ്മി നീഷമോ, മൈക്കിൾ ബ്രേസ്വെല്ലോ പരിക്ക് മാറി ആദ്യ കളി കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ദെൻ നമ്പർ 8 മിച്ചൽ സാന്നർ, ദെൻ ലോക്കി ഫെർഗൂസൻ ഓർ കെയിൽ ജാമീസൺ, രണ്ടാളൊരാളായിരിക്കും. ദെൻ അടുത്തത് മാറ്റ് ഹെൻറി ഓർ ജേക്കബ് ഡഫി. പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈഷ് സോദിയെ കളിപ്പിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു സ്ക്വാഡിൻ്റെ അവസ്ഥ. ഏതായാലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ സൂപ്പർ 8ലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഗ്രൂപ്പിൻ്റെ സ്വഭാവവും അതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.